നമസ്കാരം. റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. ഇത് ചരിത്രത്തിൻ്റെ ഭാഗമാവുന്ന ഒരു ചിത്രമാണ്. അതായത് ഒരു ടീമിൻ്റെ ക്യാപ്റ്റൻ പോയി കളി സമനിലയല്ലേ, സമനിലയാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഹാൻഡ് ഷേക്ക് ഓഫർ ചെയ്യുന്നു. മറ്റേ ടീം നിരസിക്കുന്നു. മറ്റേ ടീമിന് വിജയസാധ്യതയുണ്ടെങ്കിലും ഓക്കെ, ഒരു വിജയസാധ്യതയുമില്ല എന്നിരിക്കെ കളി തുടരാൻ വേണ്ടി തീരുമാനിക്കുന്നു. ഹാൻഡ് ഷേക്ക് ചെയ്യാൻ വേണ്ടി പോയ ക്യാപ്റ്റന് ലഭ്യനാവുന്നു. ഈ സീരീസിൻ്റെ ഐക്കോണിക് ചിത്രമായിട്ട് ഇത് മാറും. ഭാവിയിൽ ഇത് ചർച്ച ചെയ്യപ്പെടും. ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിൽ നടന്ന 4ാം ടെസ്റ്റിൻ്റെ 5ാം ദിവസമാണ് നാടകീയമായ ഈ രംഗങ്ങൾ. കളി എന്തായാലും ഇനി റിസൾട്ട് വരില്ല എന്നുറപ്പായ ഒരു ഘട്ടം. ആ ഘട്ടത്തിലാണ് ബെൻ സ്റ്റോക്സ് കൈകൊടുക്കാൻ പോകുന്നത്. ജഡേജയും വാഷിങ്ടൺ സുന്ദറുമാണ് ക്രീസിൽ. പക്ഷേ അപ്പോൾ നോക്കണം, ഇന്ത്യയുടെ സ്കോർ ബോർഡിൽ 386 റൺസാണ്. വാഷിങ്ടൺ സുന്ദർ 80, ജഡേജ 89. അവർ സെഞ്ചുറിയോട് എടുക്കുമ്പോൾ പോയി കൈ കൊടുക്കാൻ തീരുമാനിക്കുകയാണ്. 11 റൺസ് മതി സെഞ്ചുറിക്ക്. ജഡേജയ്ക്ക് 20 റൺസ് വേണം വാഷിങ്ടൺ സുന്ദറിന്. അതിനിടയിൽ അദ്ദേഹം അവിടെ പോകുന്നു, അമ്പയർമാരോട് സംസാരിക്കുന്നു. ഇതൊക്കെ ഡ്രസ്സിംഗ് റൂമിൽ നിന്നുകൊണ്ട് നമ്മുടെ നായകൻ ശുഭൻ ഗിൽ ഇങ്ങനെ നോക്കി കാണുന്നുണ്ട്. ഇപ്പോൾ ഈ ബാറ്റർമാർ പ്രതികരിക്കുന്നില്ല. വേണമെങ്കിൽ സമനില എന്നുള്ളത് കളിക്കളത്തിലേക്ക് വേണമെങ്കിൽ ശുഭൻ ഗില്ലിന് നിർദ്ദേശം കൊടുക്കാം. അദ്ദേഹം അനങ്ങിയില്ല. കളി പിന്നീട് പുരോഗമിച്ചു. 386-ന് 4 എന്നുള്ളതിൽ നിന്ന് ഇന്ത്യൻ ടീം 425-ന് 4 എന്ന നിലയിലേക്ക് എത്തി. രണ്ടുപേരും സെഞ്ചുറി കുറിച്ച ശേഷമാണ് കളി സമനിലയാക്കാൻ സമ്മതിച്ചത്. 206 പന്തിൽ നേരിട്ട് വാഷിങ്ടൺ സുന്ദർ 101 റൺസും ജഡേജ 185 പന്തിൽ നേരിട്ട് 107 റൺസും അപ്പോൾ അടിച്ചിട്ടുണ്ടായിരുന്നു. സെഞ്ചുറി കുറിച്ചതിന് ശേഷമാണ് സമനിലയ്ക്ക് തയ്യാറാവുന്നത്. ഏതായാലും സ്റ്റോക്സും ഇംഗ്ലണ്ടും ഇക്കാര്യത്തിൽ ഒട്ടും സംതൃപ്തരല്ല. അവരതിൽ ഒരല്പം നീരസത്തിലാണ്. ചില ഫീൽഡർമാരൊക്കെ നിനക്കിനി എത്ര മണിക്കൂർ വേണം എന്നൊക്കെ ചോദിക്കുന്നത് കേൾക്കാമായിരുന്നു. ഏതായാലും ശുഭൻ ഗില്ല് കളിക്ക് ശേഷം ഇതിനെക്കുറിച്ച് വിശദീകരിക്കുകയുണ്ടായി. സ്റ്റോക്സ് ഡ്രോ ഓഫർ ചെയ്തതിന് എന്തുകൊണ്ട് ഡിനൈ ചെയ്തു, റെഫ്യൂസ് ചെയ്തു എന്നതിൻ്റെ ഒരു വിശദീകരണം അദ്ദേഹം നൽകുന്നത്. അദ്ദേഹം പറഞ്ഞത് ജഡേജയും സുന്ദറും വളരെ എക്സലൻ്റ്ലി കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് അവർ സെഞ്ചുറി അർഹിക്കുന്നുണ്ട് എന്നാണ്. അപ്പോൾ അതുകൊണ്ടാണ് കളി തുടരാൻ തീരുമാനിച്ചത്. ആ സമനിലയുടെ ഹാൻഡ് ഷേക്ക് സ്വീകരിക്കാതിരുന്നത് എന്ന് ഇപ്പോൾ ശുഭൻ ഗിൽ വ്യക്തമാക്കുന്നു. ജഡേജ ആൻഡ് സുന്ദർ പ്ലേഡ് എക്സലൻ്റ്ലി ആൻഡ് വി തോട്ട് ദേ ഡിസേർവ്ഡ് എ സെഞ്ചുറി ദെയർ. അതുകൊണ്ടാണ് കളി തുടരാൻ തീരുമാനിച്ചത്. ഏതായാലും ഇതിനെക്കുറിച്ച് ചർച്ചകൾ നാളെ കൂടുതലായിട്ട് നമുക്ക് കേൾക്കാൻ പറ്റും. വീഡിയോ അവസാനിക്കുന്ന ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റർ സ്റ്റുഡിയോ എത്താം.